ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളിപ്പോൾ സമൂഹത്തിൽ ഒരു മാനസിക രോഗിയായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്ന ഒരാളെ കാണുമ്പം അത് വലിയ സുഖല്ലേ, അത് ഇങ്ങനെയുള്ളൊരാളാണ്, വലിയ കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അതുകൊണ്ട് തഴയും. വേഗമുണ്ടല്ലോ, ഒരു നോർമൽ അല്ല ആൾ എന്ന് പറഞ്ഞങ്ങാണ്ട് അവരെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സമൂഹത്തിൽ തള്ളപ്പെടുന്ന ഒരു വിഭാഗമാക്കി മാറ്റും. കുറച്ച് തളർച്ച നമ്മൾ മാനസികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നത് കാക്ക അങ്ങനെയല്ല ചെയ്യാം. കാക്ക അങ്ങനത്തെ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ആരും അങ്ങനെ പിറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങനെ ആവൂലല്ലോ. ഓരോരോ സാഹചര്യമായിരിക്കും ഓരോ അസുഖത്തിലേക്ക് കൊണ്ടുപോകുക, അതിൻ്റെ കാഠിന്യത്തിലേക്കും കൊണ്ടുപോകുക ഓരോ സാഹചര്യമായിരിക്കും. അപ്പോൾ ആ സാഹചര്യമായിരിക്കും ഓൽക്ക് കൂടുതൽ കാക്ക പഠിക്കുക. എന്നിട്ട് എല്ലാവരും അവഗണിക്കപ്പെടുന്ന അവരെ വിളിച്ചിരുത്തി എടുത്തിരുന്നങ്ങാണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം ഈ ഇരിക്കുന്ന ഓഫീസിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് നിങ്ങളാണ് കേട്ടോ, നിങ്ങളാണ് വിലമതിക്കുന്ന ഒരാൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് ആദരവ് കൊടുത്ത് കാണിക്കുമ്പം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, വല്ലാത്തൊരു സന്തോഷം. അതേപോലെ ഓഫീസിൽ വരുന്ന ചില സഹോദരിമാർ അല്ലെങ്കിൽ ഒരു ഉമ്മമാരൊക്കെ കൂടെ വരുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പേര് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനോ അവരോട് ചോദിക്കുമ്പം ഒപ്പം കൂടെ നിന്ന ഉമ്മ മറുപടി പറയുമ്പോൾ നിങ്ങൾ പറയല്ലേ, ഇവർ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവരവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ഇതും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക, നമുക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. എന്നിട്ട് എന്തുകൊണ്ട് അവർ ഈ സാഹചര്യത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കി സാധാ ഒരു നോർമൽ ലെവലിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതാണ് അതിനുള്ള പ്രതിവിധി. അല്ലാതെ വേഗം സമൂഹത്തിൽ നിന്ന് അവഗണിക്കല്ല വേണ്ടേ. ഇപ്പോൾ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം കേൾക്കുക എന്നുള്ളതാണ് ആ പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളതാണ് അല്ലേ. ഏതൊരു പ്രശ്നം ആരാണോ പ്രശ്നം പറയുന്നത് അവരെ നമ്മൾ കുറച്ചു നേരം കേൾക്കാനുള്ളൊരു സമയം കണ്ടെത്തുക. അപ്പം തന്നെ ഒരുവിധം അസുഖം മാറും എന്നുള്ളതാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ സമൂഹത്തിൽ ആളുണ്ട്, അവർക്ക് പരിഹരിച്ചു കൊടുക്കാനും അവരുടെ പ്രശ്നമായിട്ട് കാണാനും ആളുണ്ട് എന്നുള്ള ഒരു ഫീൽ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ, അതുതന്നെയാണ് ഏറ്റവും വലുത്. 28 കൊല്ലം മദ്രസ അധ്യാപികയായിട്ട് പിന്നെ ജോലി എടുത്തിട്ടുള്ള ആ ഒരാൾ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ലേ. ഇപ്പം 10ാമത്തെ ഓപ്പറേഷനാണെന്ന് അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു. നമ്മളെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എന്തും അള്ളാഹുവിനോട് പറയാന്നുള്ളതാണല്ലോ. ഇനി ചെരുപ്പിൻ്റെ വാററ്റാൽ പോലും നമ്മളെ പഠിച്ചവനോട് പറയാന്നുള്ളതാണ്. അത്രക്കും നമ്മൾ ചോദിച്ചാലും ഇഷ്ടപ്പെടുന്നൊരു റബ്ബിൻ്റെയിലാണ് നമ്മളെ പ്രതീക്ഷ മുഴുവൻ. നമുക്ക് ഇനി എന്ത് പ്രയാസം വന്നാലും പഠിച്ചവനെ ഈ പ്രയാസത്തിലൊക്കെ എനിക്ക് പരലോകത്തുണ്ടാകുമല്ലോ, പഠിച്ചവനെ ഈ എനിക്കിതിനൊരു സമാധാനം തരണേ എന്നുള്ളത് പറഞ്ഞുങ്ങാണ്ട് അള്ളാൻ്റെ മുന്നിൽ ആരും മുന്നിലും അല്ല, ഒരു നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം ഏത് സമയം ആയിക്കോട്ടെ എനിക്കാരും ഇല്ലെങ്കിൽ എൻ്റെ പഠിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞുങ്ങാണ്ട് കൈ നീട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്നുള്ളത് മനസ്സിലായത് ഈ ഒരു സഹോദരിയുടെ അനുഭവത്തിൽ നിന്നാണ്. പഠിച്ചവൻ അവർക്ക് അവരുടെ അസുഖമൊക്കെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. പക്ഷെ അവർക്ക് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ ബിസ്മിയിൽ ബന്ധപ്പെട്ടതും കാക്ക ചെല്ലുന്നതും താത്തയും കാക്കയൊക്കെ ചെന്നിട്ട് വിശേഷം അന്വേഷിക്കുന്നതും ഞങ്ങളെപ്പോലത്തെ ആളുകളോ ഒക്കെ പോയി വരുമ്പം ഇടയ്ക്ക് ആരുമില്ലാതെ ഇപ്പം ഈ കണ്ണ് കാണാതെ ആയപ്പം ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. 28 കൊല്ലം രാവും പകലും മദ്രസ അധ്യാപികയായിട്ടും സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടും എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു വീട്ടിൽ കണ്ണ് കാണാതെ ഒറ്റയ്ക്ക് എന്നിട്ട് പാത്രം തൊടുമ്പം ചെറുപ്പത്തിലേ കണ്ണ് കാണാതിരുന്നിരിക്കണമെങ്കിൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പം അവർക്ക് എവിടെ തൊട്ടാലും അത് അപകടമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അടുപ്പത്ത് എന്തെങ്കിലും പണിയെടുത്താൽ കൈ പൊള്ളുക, പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് തട്ടിത്തടഞ്ഞ് വീഴുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. ആ ഒരു ഏകാന്തത അവർക്ക് വല്ലാത്തൊരു ഏകാന്തതയായിരുന്നു. അതിൽ നമ്മളൊക്കെ വിളിക്കുമ്പം എന്താ വർത്താനോ, നമ്മളൊക്കെ കണ്ടിട്ടോ എന്തൊക്കെ നിങ്ങൾക്ക് സുഖമില്ലേ, എന്നിട്ട് ഓലെ കുറച്ച് ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓലെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ചോദിച്ചൊക്കെ വർത്താനം പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് അതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതൊക്കെ നമ്മൾ ഈ ബിസ്മിയിൽ ഫീൽഡിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ വ്യക്തികൾ നമ്മളൊക്കെ ഒരു വാക്കിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരു സാമീപ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക ഇങ്ങനെ ഫീൽഡിൽ പോകുമ്പോഴാണ്. ഒരു പ്രാവശ്യം ഈ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അയാളെ
അനിയന് കണ്ണ് കാണൂല, പെങ്ങൾക്ക് കണ്ണ് കാണൂല, പിന്നെ അനിയന് 2 കുട്ടികൾ, ഈ കണ്ണ് കാണാത്ത അവർക്ക്, പെങ്ങൾക്ക് കണ്ണ് കാണൂല, വയസ്സായ വാപ്പ, വയസ്സായ ഉമ്മ, അയാൾക്കും 3 കുട്ടികൾ എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഴുവൻ ഉത്തരവാദിത്വത്തിൽ ഒരു വീട്ടിൽ 3 അംഗങ്ങൾ വെച്ചിട്ട് ആ വീട് ജപ്തിക്ക്, അതായത് പിന്നെ വളരെയധികം കടം കയറിങ്ങാണ്ട് അതിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയിൽ ഇവിടെ വന്നുങ്ങാണ്ട് ഈ മേശപ്പുറത്ത് കരഞ്ഞിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ഇവരൊക്കെ പാടെ കൂട്ടിയിട്ട് എങ്ങോട്ടാണ് കാക്ക ഞാൻ പോകുക, ഞാൻ ഇവരൊക്കെ കൂട്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് തെരുവിക്ക് ഇറങ്ങാന്ന് പറഞ്ഞുങ്ങാണ്ട് പൊട്ടിക്കരഞ്ഞ് ആ മേശപ്പുറത്ത് നിൽക്കുന്ന ഒരു രംഗം നമ്മൾ കാണലുണ്ട്. ഞങ്ങളൊക്കെ ആ സമയത്ത് പഠിച്ചവനെ എന്താണെന്നുള്ളതിൽ അവരൊപ്പം നമ്മളോട് കരഞ്ഞു പോവുകയാണ്. അപ്പോൾ പിന്നെ കാക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതായാലും ഇന്നിപ്പോൾ ഞായറാഴ്ച, അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും എന്താണോ നമുക്ക് അള്ള കൊടുന്നിരുന്നു, നിങ്ങൾ ഈ കരച്ചിൽ ഇവിടെ കരഞ്ഞീനല്ല, ഈ കരച്ചിൽ നിങ്ങൾ അള്ളാഹുലേക്ക് കരയും, നിങ്ങൾ ഈ കരച്ചിൽ നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കരയും, എന്നിട്ട് അള്ള നിങ്ങൾക്ക് എന്താണോ ഇറക്കി തരുന്നത്, ഇതിലേക്ക് നിങ്ങൾക്ക് അള്ള എന്താണോ ഇറക്കി തരുന്നത് അത് ചൊവ്വാഴ്ച വരെ കാത്തു നിന്നിട്ട് അന്ന് ആ എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അത് എത്രയാണെങ്കിലും ശരി, കുറവാണെങ്കിലും കൂടുതൽ എന്താണെങ്കിലും ആ സമയത്ത് കിട്ടുന്നത് എന്താ വെച്ചാൽ അതുമായിട്ട് വരാം. അല്ല അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ അള്ളാഹുവിനോട് പറയും എന്നത്. ഞാൻ പല വട്ടപ്പോൾ ഞാൻ ഇടയ്ക്കപ്പോൾ ഉള്ള ആളുകൾ പറയും, ആയിക്കോട്ടെ കേട്ടോ, ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ആരോടെങ്കിലും ഞാൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ അറിയാതെ വന്നു പോകും. പക്ഷെ കാക്ക അവിടെ അങ്ങനെ ഒരു വാക്കേ പറയണില്ല, ഞാൻ എന്നുള്ളൊരു വാക്കേ പറയണില്ല. നിങ്ങൾ അള്ളാഹുവിനോട് പറയും, അള്ള എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സങ്കടത്തിന് ഇറക്കി തരുന്നത് അതുമായിട്ട് ഞങ്ങളോട് വരണ്ട് എന്ന് പറഞ്ഞു. അവിടെ യാതൊരു പടപ്പുകൾക്ക് യാതൊരു റോളും ഇല്ല, പടച്ചവന് മാത്രമേ റോളുള്ളൂ. ആ ഒരു അടിയാനും ആ ഒരു ഉടമക്കുള്ള ആ ഒരു ബന്ധം മാത്രമാണ് പിന്നെ കാക്ക അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഒരു കാറിൽ ദമ്പതികൾ വന്നു. അവർ വന്നിട്ട് പറയണ രംഗമുണ്ട്, ഇത് കടം വീട്ടണീക്ക് ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവർക്ക് മാറ്റി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞാണ്ട് 1 മണിക്കൂർ തികഞ്ഞിട്ടില്ല. 1 മണിക്കൂർ പോലും ആ കരച്ചിൽ ആകാശത്തേക്ക് കയറുകയും അതുപോലെ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ ആ സമയത്ത് കണ്ടത്. എല്ലാവരും അന്ന് ആ സമയത്ത് അന്തം വിട്ടൊക്കെയാണ്. പഠിച്ചവനെ എത്രയാണ് ഈ പ്രാർത്ഥനയ്ക്ക് നമുക്കറിയാലോ ഇടപെടലുകൾ, അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഇവിടെ കാക്ക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത്ഭുതങ്ങളായിട്ട് ഓരോ ഇടപെടലുകൾ നമ്മൾ കേൾക്കുന്നതാണ്. അത് നമ്മൾ കണ്ണുകൊണ്ട് അന്ന് കാണുകയാണ്. എന്നിട്ട് പിന്നെ ആ ഒരു പൈസ കിട്ടിയപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇവർ പോയും ചെയ്തു. ഈ കൂട്ടർ അപ്പം തന്നെ കരഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പോയതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം ഇപ്പം എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാക്കാക്ക് ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്, കാക്ക നിങ്ങളെവിടെ? അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ പൈസ കിട്ടിയില്ലേ, അതുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാക്ക രാവിലെ 5 മണിക്ക് മുന്നേ എണീറ്റ് ഇറങ്ങുന്ന ഒരു മനുഷ്യനല്ലേ, ഈ വൈകുന്നേരം വരെ എല്ലാവരോടും അന്ന് ഈ വായൻ്റെ അവിടുത്തെ അസുഖമുണ്ട്, കാലുകൊണ്ടുള്ള അസുഖങ്ങളുണ്ട്, നിരന്തര വേദനകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഒരു ഇത്തിരി റെസ്റ്റ് അത് നാളെയും കൊടുത്താൽ പോരെ, ഇന്ന് ഇത്രയും യാത്ര ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ടോ എന്നുള്ളത്, ഇതൊക്കെ കഴിഞ്ഞ് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന രംഗമുണ്ട്. അള്ളേറ്റ് അവർക്കുള്ളത് അള്ള തന്നിക്കണേ, പിന്നെ ഇനി നമ്മൾ പടപ്പുകൾ അത് വൈകിക്കാൻ പറ്റുമോ? അള്ള വൈകിപ്പിച്ചിട്ടില്ലല്ലോ, അള്ള ഒരിക്കലും ആ പറഞ്ഞ സംഗതി ഒരിക്കലും വൈകിപ്പിച്ചിട്ടില്ല. പിന്നെ നീ അമ്മക്കത് വൈകിപ്പിക്കാൻ പറ്റുമോ? പിന്നെ അതുമല്ല, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനുള്ള ആളുകളെ അള്ള നാളെ അതിന് തിരഞ്ഞെടുക്കും. ഇന്ന് ഞാൻ ചെയ്താലേ എനിക്കത് എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുള്ളൂ, അത് എനിക്ക് കിട്ടുള്ളൂ എന്നത് ഞാനായിട്ടത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ അള്ള വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതിപ്പോൾ ഞാൻ ജീവനുള്ളിടത്തോളം കാലം ഞാൻ വിട്ടുകൊടുക്കൂലല്ലോ, അപ്പം എൻ്റെ അസുഖം കാര്യമൊന്നും അല്ല എനിക്ക് വലുതെന്നും പറഞ്ഞ് ഓടുകയാണ്. അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള ശേഷിയും കണ്ണുകൊണ്ട് കാണാനുള്ള ഈ കാഴ്ചയുള്ള ശേഷിയും നമുക്ക് കേൾക്കാനുള്ള കേൾവിയുടെ ശേഷിയും അങ്ങനെ തുടങ്ങി നമ്മളെ ഓരോ അടിയും തൊട്ട് മുടി വരെയുള്ള എല്ലാ നമ്മളെ അവയവങ്ങൾക്കുള്ള നമുക്കുള്ള ആരോഗ്യശേഷി അതൊക്കെ പ്രവർത്തിപ്പിക്കാനും അതൊക്കെ അനുഭവിക്കാനുള്ള ശേഷി അതൊക്കെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ റബ്ബിന് വേണ്ടി തന്നെ, നീ എന്തിന് കണ്ണ് ഉപയോഗിച്ചു, നിനക്ക് ഞാൻ കണ്ണ് തന്നത് നീ എന്തിനു ഉപയോഗിച്ചു, നിനക്ക് ഞാൻ കാഴ്ച തന്നത് നീ എന്തിനാണ് ഉപയോഗിച്ചത്, നീ കേൾവി തന്നത് നീ എന്താണ് കേട്ടത്, നിനക്ക് തന്ന കാലുകൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്, നിനക്ക് തന്ന കൈ കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്നുള്ള ഓരോ ചോദ്യത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിച്ചത് ഏറ്റവും നല്ല രീതിയിൽ ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം തൗഫീഖും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.